പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പാത്രം തുറക്കാൻ ആൾക്കാർ കൂടുതലാണ്. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ ചോദ്യം, ഇമ്മച്ചി പാത്രം തുറക്കണ്ടേ, ഞങ്ങൾക്കും വേണ്ടിട്ടാണ്. ഞാനത് തുറക്കാൻ നിന്നപ്പോഴേക്കും രണ്ടാളും എത്തി മത്സരം തുടങ്ങി. ഇവരെത്തിക്കഴിഞ്ഞാൽ പിന്നെ ലാസ്റ്റ് പാത്രത്തിനുള്ള തല്ലായിരിക്കും. ഒരാൾ വിട്ട് കൊടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ശരിയാവില്ലല്ലോ. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ ചായക്കടി ഉണ്ടാക്കുന്ന ഒരു ഒരുക്കത്തിലാണ്. അപ്പോൾ ഇന്ന് കുറച്ച് മക്രോണി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കനൊന്നുമില്ല, അപ്പോൾ കുറച്ച് ഗ്രീൻ പീസ് ഉണ്ടാക്കാമെന്ന് വെച്ചു. അത് വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു. അതൊരിത്തിരി വെള്ളവും ഉപ്പും ഇട്ടുകൊണ്ട് അതൊന്ന് വിസിലടിപ്പിക്കാൻ വെച്ചു. പിന്നെ അത് വന്ന് മാറ്റിയതിന് ശേഷം ഈ ചീക്കുമ്പോൾ തന്നെ മക്രോണി വേവിക്കാൻ വെച്ചാണ് കേട്ടോ. കുറച്ച് വെള്ളത്തിൽ ഉപ്പ് ഇട്ടുകൊണ്ട് അതുകൊണ്ട് വേവിച്ചെടുക്കാനേ. അപ്പോൾ അത് വെന്തതിന് ശേഷം വെറുതെ ഞാൻ ഗ്യാസുമ്മ കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. ഇനി ബാക്കിയുള്ള പണികൾ ഇവിടെ അല്ലേന്ന് വെച്ചു. പിന്നെ അത് 2 ഉള്ളിയും ഒരു ചെറിയ തക്കാളിയും ഒരു ഇത്തിരി ഉപ്പിട്ടിട്ട് വെളിച്ചെണ്ണയിൽ ഒരു വഴറ്റിയാട്ടെ. അതൊക്കെ വഴറ്റി വന്നതിന് ശേഷം ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും പിന്നെ ചിക്കൻ മസാലയും പിന്നെ ഇട്ടുകൊണ്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണേ. അതൊന്ന് ജസ്റ്റ് നല്ലൊരു സ്മെല്ലൊക്കെ അങ്ങോട്ട് വന്ന് തുടങ്ങിയപ്പോൾ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചതില്ലേ അതൊന്ന് ഇട്ട് കൊടുത്തു. അങ്ങനെ പിന്നെ എനിക്കിങ്ങനെ തോന്നിയിട്ട് ഇതേതായാലും ഈ പാത്രത്തിൽ കൊള്ളൂല എന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് പാത്രം മാറ്റിയതാണ് കേട്ടോ. അപ്പോൾ ആ വേവിച്ചെടുത്ത മക്രോണിയില്ലേ അതിൽക്കൊന്ന് ആ മസാലക്കൂട്ടുകളെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അങ്ങനെ അതിൻ്റെ മുകളിൽ കുറച്ച് ചപ്പ് ഇട്ടെടുത്തോളം നമ്മൾ മക്രോണി കൊണ്ട് റെഡിയാക്കി. പിന്നെ നിങ്ങൾ വീഡിയോ കാണുന്ന ആ സ്പോട്ടിൽ തന്നെ ഒരു ലൈക്ക് കൂടി കൊടുക്കണം കേട്ടോ. ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. പിന്നെ ചായ ഉണ്ടാക്കി. അപ്പോൾ മക്രോണി ഉണ്ടാക്കാൻ ചിക്കൻ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്നിട്ട് ഉണ്ടാക്കിയാൽ മതി. എന്നാലും മക്രോണിൻ്റെ രസമൊക്കെ ഉണ്ടാവും. ഞാൻ ചിക്കൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിക്കൻ്റെ പീസ് ഇട്ടുകൊണ്ട് ഉണ്ടാക്കും. എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടുകൊണ്ട് ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഒരു പൈനാപ്പിൾ കൊണ്ടുവന്നതായിരുന്നു കേട്ടോ. അത് ചെത്തിയെടുക്കാണ്. അപ്പോൾ ആദ്യം പറഞ്ഞിരുന്നു മസാല അടിച്ചാൽ മതിയെന്ന്. അപ്പോൾ ആദ്യം തന്നെ നല്ലോണമൊക്കെ ഒന്ന് ചെത്തിയെടുത്തു. പിന്നെ കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഈ കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരോടൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ ചാനൽ മുമ്പോട്ട് പോകാൻ തന്നെ കാരണം നിങ്ങളാണ് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ചാനൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഞാനിതിനൊരു പീസ് എടുത്ത് കഴിച്ചപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമുണ്ട്. അപ്പോൾ പിന്നെ ഏതായാലും മസാല അടിക്കാൻ പറഞ്ഞതല്ലേ, അപ്പോൾ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു. അങ്ങനത്തെ കട്ടയിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരിത്തിരി മുളക് പൊടിയും പിന്നെ ഒരിത്തിരി ഉപ്പും ഇട്ട് കൊടുത്തോണ്ട് നല്ലോണം ഉണ്ട് ഇളക്കി. ഇത് കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാ. എന്നാലല്ലേ അരിമ പൊരിച്ച് കഴിഞ്ഞാലല്ലേ തിന്നുമ്പോൾ തന്നെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ എൻ്റെ അസറ നിസ്കാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഈ വക പണി നോക്കുന്നത്. അലക്കിയ ഡ്രസ്സുകളോ ഒരുപാട് ഉണങ്ങിയിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പണികളൊക്കെ ഞാൻ ഷിബിലിമോനും ഫിനിമോളും സ്കൂൾ വിട്ട് വരുന്നതിൻ്റെ മുന്നേ ചെയ്തു വെക്കട്ടെ. അവർ വന്നാൽ പിന്നെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ സ്കൂളത്തെ പറയാനുണ്ടാകും. അത് നല്ലതാണല്ലേ. കുട്ടികളെ സ്കൂളിൽ നടന്ന കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ നമ്മൾക്കും തന്നെ കേൾക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, അവർക്കും തന്നെ അത് പറയുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. അങ്ങനത്തെ ഫിനിമോൾ എത്തിയിട്ടാ. ഷിബിലിമോന് പിന്നെ അതിൻ്റെ മുന്നേ ഒരു 5 മിനിറ്റ് മുന്നേ എത്തിയിരുന്നു കേട്ടോ. പിന്നെ ഇക്കും തന്നെ പണി കഴിഞ്ഞ് എത്തിയിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഒന്നിച്ച് ഇരുന്ന് ചായ കുടിക്കാമെന്ന് വെച്ച് ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് അവർക്ക് ഇത് കണ്ടപ്പോഴേ ഭയങ്കര സന്തോഷം. ഈ സ്കൂൾ വിട്ട് വരുന്ന സമയം എന്ന് പറഞ്ഞാൽ വിശന്നിട്ടല്ലേ. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചപ്പോഴേക്കും ഫിനിമോൾ ആദ്യം തന്നെ ആയിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പാത്രം കഴുകാൻ നിൽക്കുമ്പോഴത്തെ സീനാണിത്. അപ്പോൾ ഞാൻ ആ ചട്ടിയൊക്കെ ഒന്ന് തുടക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ ഷിബിലിമോൻ എത്തിയിട്ടാ. എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചട്ടി തുടക്കാൻ ഇവിടെ ആൾക്കാർ കുറച്ച് കൂടുതലാണ് കേട്ടോ. അത് ഇവർ പറയും അതൊരു പ്രത്യേക ടേസ്റ്റാണെന്ന് പറയും. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഒറ്റ ചോദ്യം, ഉമ്മച്ചിയെ ചട്ടി തുറക്കണ്ടേ, ഞങ്ങളുണ്ടാവട്ടെ ചട്ടി തുറക്കാനെന്ന്. എന്നാൽ പിന്നെ അവരും കൂടി വന്നു. അപ്പോൾ ചട്ടി തുറക്കാനാണ്ട് ഉഷാറായിട്ടോ. ഇവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ചട്ടിക്ക് പിന്നെ തല്ലായിരിക്കോട്ടെ. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് വിട്ടുകൊടുത്തു. ഇനി അവർ 2 പേരും കൂടി ആയിക്കോട്ടെ എന്ന് വെച്ചു. 2 പേർക്കും പാത്രം തുടച്ചിട്ട് പോതി കണ്ണില്ല കേട്ടോ. അപ്പം ഇനി ഏതായാലും അത് കഴുകേണ്ടി വരില്ല എന്ന് ഷിബിലിമോന് പറയായിരുന്നു കേട്ടോ. അങ്ങനെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് 2 ആളും കൂടി. പിന്നെ രാത്രിയൊക്കെ നമ്മൾ ചോറും കൂട്ടാനൊക്കെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് പിന്നെ ഷിബിലിമോന് വിട്ടുകൊടുത്തിട്ട് അതിലേതായാലും തുടക്കാനൊന്നുമില്ല. എന്നാലും ഉള്ളത് അവർ 2 പേരും കൂടി ഊറ്റിയെടുത്തോണ്ട് പിന്നെ അവൻ എണീറ്റ്. പിന്നെ രാത്രിയൊക്കെ നമുക്ക് ചോറും കൂട്ടാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് മത്തി കൊണ്ടുവന്നിട്ട് അതിന് നല്ല പഞ്ഞി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഉമ്മാവും കൂടി ആക്കി ഇക്കാക്ക്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.